ഇപ്പൊ നമ്മുടെ ഈ മൂവിയിലാണെങ്കിലും ഹേമന്ത് പോലത്തെ കുറച്ച് സീനിയേഴ്സ് ഉണ്ടാവും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഹേമന്തിന്റെ ഒക്കെ ഉള്ളൊരു നല്ല എക്സ്പീരിയൻസ്? എനിക്ക് ആക്ച്വലി ഹേമന്തായിട്ടാണ് കോമ്പിനേഷൻ. പിന്നെ നമ്മുടെ സായികുമാർ സാർ ഉണ്ട്, അതുപോലെ പത്മനാഭ സാർ. അവരായിട്ട് ചെറിയൊരു സീനുള്ളൂ, ക്ലൈമാക്സ് പോർഷനിൽ ഒരു പോർഷനേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഭയങ്കര എന്താ പറയാ സപ്പോർട്ടീവ് ആയിട്ടാണ്. എസ്പെഷ്യലി എടുത്തു പറയാണ്ട് തന്നെ സായികുമാർ സാർ വന്ന നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പുള്ളിനെ കാണുന്നത്. കാരണം ഒരുപാട് പടങ്ങൾ ടെൻഷൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല, എക്സൈറ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞാല്. എനിക്ക് ആക്ച്വലി ഇപ്പം ഓപ്പോസിറ്റ് എത്ര വലിയ ആള് വന്നിരുന്നാലും എനിക്ക് ടെൻഷന്റെ പ്രശ്നമില്ല. എനിക്ക് ചില ആൾക്കാരോടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. ലാലേട്ടൻ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട ലാലേട്ടനാണ്, എന്റെ 2 ഫോണ്ട് വാൾപേപ്പർ ലാലേട്ടനാണ്. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഒരിക്കലും ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും ഇവര് ഭയങ്കര ആരെയാണ്, പക്ഷെ ഇവരൊക്കെ ഭയങ്കര സാധാരണ. എനിക്ക് നമ്മുടെ സായികുമാർ സാറിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഫീൽ ചെയ്തെന്ന് വെച്ചാൽ പുള്ളി വന്നിരുന്നിട്ട് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴാണെങ്കിലും പുള്ളിയുടെ ഫേസിലൊക്കെ ഒരു എക്സ്പ്രഷൻസ് ഉണ്ട്, ഭയങ്കരമായിട്ട് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അയ്യോ രക്ഷയില്ല. പുള്ളി അതുപോലെ ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷൂട്ട് എടുക്കുന്ന സമയത്ത് പുള്ളിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, പുള്ളിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കുറച്ച്. എന്നിട്ടുമാണ് നമ്മുടെ സിനിമയിലേക്ക് വരുന്നതും. പുള്ളിക്കാണെങ്കിൽ നടന്നു വരുന്ന ഷോട്ട് ഉണ്ട്. സോ പുള്ളി ആ ഒരു പ്രായം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളല്ല പുള്ളി അതിന് ചിന്തിക്കുന്നത്. പുള്ളി ചെയ്യുന്ന സാധനം എങ്ങനെ കൊടുക്കാൻ പറ്റുന്നുള്ള സാധനമാണ്. ഈവൻ ഞാൻ പറയല്ലേ, പുള്ളിയുടെ ഓരോ നോട്ടത്തില് ഓരോ ചിരിയില് ഒയ്യോ ഭയങ്കര അർത്ഥങ്ങളാണ്. ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, നമ്മുടെ ഒടിയന്റെ ഷൂട്ട് എടുക്കുന്ന സമയത്ത്. ഞാൻ അതിരപ്പള്ളി കുറച്ചുകൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു KCB കോൺട്രാക്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഷൂട്ടിന് വന്നപ്പോ ഒറ്റ നട്ടം. എന്നാലും ശരിക്കും അടുത്തിരുന്ന് കാണാൻ അല്ലെങ്കിൽ അഭിനയിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, പുള്ളിനെ കണ്ടെന്ന് പറഞ്ഞത് അവിടെ ഷൂട്ടിന് വന്ന സമയത്ത് പുള്ളി വന്ന് ഇറങ്ങിയപ്പോ എല്ലാവരും പറഞ്ഞു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കരുത്, നമുക്കിത് കണ്ട് നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്ന് ഇറങ്ങി കഴിക്കാൻ ലാലേട്ടൊന്ന് വിളിട്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ജസ്റ്റ് തിരിഞ്ഞു നോക്കി. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളി ആ സമയത്ത് എന്തൊക്കെയോ ടെൻഷനിലാണ്, അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞ് സൈലന്റ് ആവാൻ പറഞ്ഞത്. നമുക്കതൊന്നും പറ്റില്ല. ആ ഒരു എക്സൈറ്റ്മെന്റ്. കാരണം വെച്ചാല് എനിക്ക് സിനിമയോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനോട്. ഞാൻ മറ്റുള്ളവർ എനിക്ക് ഇഷ്ടമുള്ള നല്ല പറഞ്ഞു, മറ്റുള്ളവർ എനിക്ക് ഇഷ്ടമാണ് എല്ലാവരും. മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അല്ലെങ്കിൽ വോട്ട് പറയും, ഇത് ആക്ടർ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ലാലേട്ടന്റെ ഫാനാണ്. ആദ്യം മുതലേ സിനിമകളോട് ആഗ്രഹം കൊണ്ട് വന്നതാണോ? ആക്ച്വലി എനിക്ക് ചെറുതിലെ ഒരു സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് അഭിനയിക്കാനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയമാണ്. ഈവൻ എനിക്കൊരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ ഒരു ഫിലിം റിലേറ്റഡ് ഒരു ഈവൻ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളില്ല. സോ നമുക്കൊന്നും അറിയില്ല. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതല്ലാണ്ട് സിനിമ കാണുന്നതായിട്ട്. ഞാൻ എന്റെ കസിൻസും ഫ്രണ്ട്സൊക്കെ ഏറ്റവും കൂടുതൽ സ്പോർട്സ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ. എന്റെ ഒരു ബ്രദർ ഉണ്ട്, പുള്ളി അത്യാവശ്യം ക്രിക്കറ്റർ ആവും. ഒരു ആക്സിഡന്റ് വന്നതിന് ശേഷമാണ് പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തത്. ഇവരെല്ലാവരും വരുമ്പോൾ എന്ന് പറഞ്ഞാൽ തറവാട്ടിലാണെങ്കിലും ഫുൾ സ്പോർട്സിന്റെ ടീമുകളാണ്. പക്ഷെ ഞാൻ ഇവർ സ്പോർട്സ് ചാനൽ വയ്ക്കുമ്പോൾ ഞാൻ സിനിമ ചാനൽ വയ്ക്കുന്ന ഒരാളാണ്. എനിക്ക് അത്രയും ക്രേസ് ആണ് സിനിമ. പക്ഷെ എനിക്ക് അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു ക്രേസ് ഒന്നും ആകുന്നില്ല. പിന്നെ ഞാൻ +2 ഒക്കെ ടൈമിലാണ് ഒരു നാടകത്തിനൊക്കെ കുറെ ചെറുതായിട്ടൊക്കെ നടന്നായിരുന്നു. അത് അഭിനയമൊന്നുമല്ല, കട്ട പഠിക്കാനായിരുന്നു ഒരു ആഗ്രഹം. അങ്ങനെ പോയി. അതിനുശേഷമാണ് എൻ്റെ ഒരു നൈബർ പയ്യനുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നേ പാർട്ട് ടൈം ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കോളേജിലെ കുറെ ഇഷ്യൂസ് ആണ്. അവൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്തൊരു സിനിമാറ്റോഗ്രഫി പഠിക്കാൻ പോയി. ആ സമയത്തൊക്കെയാണ് കുറച്ച് നമുക്ക് ഈ ചെറിയ താടി മീശയൊക്കെ കുറച്ച് തുടങ്ങുമ്പോൾ ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ നമുക്ക് നമ്മൾ തന്നെ കോൺഫിഡൻസ്. ഇവനായിട്ട് എനിക്ക് ആകെ സിനിമയായിട്ട് റിലേറ്റഡ് ഒരു കമ്പനി ആവും മാത്രമാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചെയ്യുന്നുണ്ട്. അവൻ ആ വീഡിയോഗ്രാഫിയുടെ റീസിന്റെ പുറത്താണ് അങ്ങനെ ചെല്ലുന്നത്. സോ അവൻ ത്രൂ ആണ് ഞാൻ ഫസ്റ്റ് ഒരു പടത്തിലേക്ക് വരുന്നത്. അതായത് അവൻ ആ കോഴ്സ് കഴിഞ്ഞപ്പം അവർക്ക് ഈ എക്സാം പോലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് ഈ സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചെറിയ ചാൻസ് ഒക്കെ പറഞ്ഞത്. സോ അവരങ്ങനെ ആ ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഷോർട്ട് ഫിലിം ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഓഫ്കോഴ്സ് നമ്മളതിൻ്റെ പുറകെ പോകുമല്ലോ. അത് കഴിഞ്ഞ് അവൻ തന്നെയാണ് എനിക്കൊരു മൂവി കൊണ്ടു തന്നത്. അത് ആക്ച്വലി അത് കംപ്ലീറ്റ് ആയില്ല. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് അത് ആക്ച്വലി പറഞ്ഞ പോലെ എനിക്ക് പുറത്തേക്ക് ഒരു ചാൻസ്, വീട്ടിൽ എന്റെ പുറത്തേക്ക് തള്ളിവിടാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പുറത്തേക്ക് ഒരു ജോബ് സെറ്റായി ഈ പടവും രണ്ടും വരുന്നത് ഒരുമിച്ചായിരുന്നു. നമുക്ക് ഈ സാധനത്തോട് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. എന്തായാലും ഓഫ് കോഴ്സ് നമ്മള് സിനിമയിലെ പിടിക്കുള്ളൂ. അതും 4 നായകന്മാരിൽ ഒരു നായകനായിട്ടായിരുന്നു, 4th ഹീറോ ആയിട്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നമ്മുടെ വിനിൽ വാസു എന്നാണ് പുള്ളിയുടെ പേര്, ഡയറക്ടറുടെ. അതെന്തോ കുറച്ച് വേറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് പടം നിന്നത്. അതാണ് എന്റെ ഫസ്റ്റ് മൂവി ആക്ട് ചെയ്യാൻ പോയത്. ഒരു ഷെഡ്യൂൾ പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിന്റെ 3rd ആയിട്ടും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു പടത്തിലും ഞാൻ 3rd ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്.
സോ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. Start ഇവിടെ എത്തി നിൽക്കുന്നു. നിൽക്കുന്നു.